ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മൾ ഫിസിക്സിലെ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഇലക്ട്രിക് കറണ്ട്, ധാരാവൈദ്യുതി എന്ന ചാപ്റ്ററിൽ ആദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇവിടെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ട് ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം നിങ്ങൾ നിർബന്ധമായിട്ടും എന്താണ് ചെയ്ത് പഠിക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളൊരു ഏരിയ കുറേ ആളുകൾക്ക് കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക്, സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുക്കാണ്. സെറ്റല്ല. അപ്പൊ നോക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന പേര് വോൾട്ടേജ്. ആദ്യം അത്ര ഒന്ന് മനസ്സിലാക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനെ നമ്മൾ എന്താ പറയുക, വോൾട്ടേജ് എന്നൊക്കെ പറയൂലേ, അതിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾ എന്താണ്, ഞാൻ ജസ്റ്റ് ഒന്നൊരു ഒറ്റ തവണ പറയാം. ഒന്നുമില്ല, ഇവിടെ എ എന്നൊരു ബീക്കറും ബി എന്നൊരു ബീക്കറും വെച്ചിട്ടുണ്ട്. അപ്പോൾ എ എന്ന ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പൈപ്പിലേക്ക് ഇങ്ങനെ ഒരു സൈഫൺ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അത്ര ഒന്നും വേണ്ട, ഒരു പൈപ്പ് ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉള്ള വെള്ളം എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് ഇങ്ങനെ ഒഴുകും. കാരണം എന്താണ്, ഈ എ എന്നുള്ള ബീക്കർ കുറച്ച് മുകളിലാണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് പോകുന്തോറും അതിനെന്ത് ചെയ്യുന്നു, പൊട്ടൻഷ്യൽ എനർജി കൂടും അല്ലേ. മുകളിലേക്ക് പോകുന്തോറും ഒരു എനർജി കൂടും. അപ്പൊ ഇവിടെ വാട്ടർ ലെവൽ ഡിഫറൻസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവിടെ കുറേ വെള്ളം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒഴുകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഡിഫറൻസ്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വെള്ളത്തിന്റെ ഹൈറ്റിൽ ഈ ഒരു വാട്ടർ ലെവലിൽ എന്ത് ചെയ്യുന്നു, ഒരു വ്യത്യാസം വന്നു. അപ്പോൾ കൂടുതലുള്ള ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴുകുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മളെ കറണ്ടും. ഞാൻ ഇപ്പോൾ വെറുതെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഈ ചിത്രത്തിലേക്ക് ഇവിടെയുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക, ചാർജുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കൂടുതൽ ഇലക്ട്രോൺ, അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഒഴുകിയിട്ട് എന്ത് ചെയ്തും, ഇവിടേക്ക് ഇങ്ങനെ എത്തിച്ചേരും. അപ്പോൾ ഇവിടുന്ന് ഓരോ ഇലക്ട്രോണുടെ ഫ്ലോ ആണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വെള്ളം നമ്മളൊരു ചാർജായിട്ട് പരിഗണിച്ചാൽ കൂടുതൽ ചാർജുള്ള ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ചാർജ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വരുന്നില്ലേ. അപ്പോൾ ചാർജിന് ഒഴുകാനും അവിടെ എന്ത് വേണം, ഒരു ഡിഫറൻസ്, ഒരു വ്യത്യാസം വേണം. അപ്പോൾ ഒരു ഭാഗത്ത് കൂടുതൽ ചാർജ് ഉണ്ട്, തൊട്ടടുത്ത് തീരെ ചാർജ് ഇല്ല. അപ്പോൾ കൂടുതൽ ഒന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴുകുന്നു. അപ്പോൾ അവിടെ ഒരു വ്യത്യാസം വന്നില്ലേ. ആ വ്യത്യാസത്തിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ വ്യത്യാസത്തിനെ നമ്മൾ എന്താ പറയുക, വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണുകൾ തുടർച്ചയായിട്ട് ഒഴുകണമെങ്കിൽ ഒരു ഭാഗത്ത് കൂടുതൽ ഹൈ പൊട്ടൻഷ്യലും തൊട്ടടുത്ത് ലോ പൊട്ടൻഷ്യൽ ആവണം. അപ്പോൾ ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് ഇലക്ട്രോണുകൾ തുടർച്ചയായിട്ട് ഒഴുകും. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ പോകാൻ അവിടെ ആ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ അവിടെ ഒരു വർക്ക് നടക്കണ്ടേ. അപ്പോൾ നോക്കാം, അവിടെ ആ വർക്ക് നടക്കാൻ കാരണം ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. ഇനി അടുത്ത് ഇവിടെ ഒരു ട്യൂബ് കാറ്റടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ട്യൂബിൻ്റെ ഈ എന്താണ്, ഇതോടെ ഓപ്പൺ ആക്കിയാൽ കാറ്റ് പുറത്തേക്ക് പോകൂലേ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ അറിയണം. ഇതിനകത്തുള്ള കാറ്റ് കംപ്ലീറ്റ് ചാർജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ചാർജ് കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ചാർജ് ഇങ്ങനെ ഒഴുകും. കാരണം എന്താണ്, ഹൈ അല്ലേ, ഇവിടെ ഒരു ഭാഗത്ത് കൂടുതൽ ഹൈ പ്രഷറാണ്. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് കാറ്റ് സഞ്ചരിക്കുന്നത് അല്ലേ. ഹൈ വാട്ടർ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്കാണ് വെള്ളം സഞ്ചരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, ഈ ഒരു റോഡ്, ഈ ഒരു ദണ്ട് നമ്മൾ മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇവിടെ ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്കാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ചൂട് സഞ്ചരിക്കുന്നത്. ഈ ചൂട് ഇവിടുത്തെ ഇലക്ട്രോൺ ചാർജ് ആണെങ്കിൽ അപ്പോൾ ഹൈ ചാർജിൽ നിന്ന് ലോ ചാർജിലേക്ക് സഞ്ചരിക്കുന്നു. ഞാൻ വെറുതെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തു. ഈ ബാറ്ററിയിൽ ഒരു ഹൈ പൊട്ടൻഷ്യൽ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും. ഇവിടെ ഹൈ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇവിടുന്ന് ചാർജ് ഇതിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരും. അപ്പോൾ ഇവിടെ തുടർച്ചയായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉദ്ദേശിക്കുന്നത് പേരിൽ തന്നെ ഉണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അവിടെ ഒരു വ്യത്യാസം വേണം. വെള്ളത്തിന് തുടർച്ചയായിട്ട് ഒഴുകണമെങ്കിൽ അവിടെ ഒരു വ്യത്യാസം വേണം. കാറ്റ് തുടർച്ചയായിട്ട് ഒഴുകണമെങ്കിൽ അവിടെ ഒരു വ്യത്യാസം വേണം. താപം, ഹീറ്റ് തുടർച്ചയായിട്ട് ഒഴുകി അവിടെ ഒരു വ്യത്യാസം വേണം. അപ്പോൾ കറണ്ട് ഒഴുകണമെങ്കിലോ അവിടെയും ഒരു വ്യത്യാസമാണ്. അപ്പോൾ കറണ്ട് തുടർച്ചയായിട്ട് ഒഴുകണമെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവണം. ആ ഡിഫറൻസിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷനാണ് പഠിക്കേണ്ടത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജ് എന്നാണ്. ഇതിങ്ങനെ വരാനുള്ളൊരു കാരണം ഇതാണ്. ഇത്രേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടുന്ന് ഒരു ചാർജ്, ഇപ്പോൾ ചാർജിനെ ഞാൻ Q എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഇവിടുന്ന് ഒരു ചാർജ് ഇങ്ങനെ സഞ്ചരിച്ച് ചാർജ് ഇവിടെ എത്തിച്ചേരണം. അപ്പോൾ ഇവിടെയുള്ളൊരു ചാർജിനെ ഇങ്ങോട്ട് സഞ്ചരിക്കണമെങ്കിൽ ഇവിടെ ഒരു വർക്ക് ചെയ്യണ്ടേ. ആ വർക്കിന് ഒരു വർക്ക് കൊടുക്കണ്ടേ. ആ വർക്കിനെയാണ് നമ്മൾ എന്താ പറയുക, W എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു ചാർജിന് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ടേ അവിടേക്ക് എത്തിക്കണം. അപ്പോൾ അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യണം, ഇവിടുന്ന് സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരണം. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് കറണ്ട് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺ തുടർച്ചയായിട്ട് ഒഴുകണമെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് വേണം. ആ ഡിഫറൻസിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്.
പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. ആ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ചാർജുകൾ തുടർച്ചയായിട്ട് ഒഴുകുന്നത്. അപ്പോൾ അവിടെ തുടർച്ചയായിട്ട് കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ വി എന്ന ഷോണാണ് സൂചിപ്പിക്കുക. വി ഈസ് ഈക്വൽ ടു W/Q, വർക്ക് ബൈ ചാർജ്, പ്രവൃത്തി ബൈ ചാർജ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് പല രൂപത്തിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ V ഈക്വൽ ടു W/Q എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ Q ഈക്വൽ ടു W/V എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ W വർക്ക് ഈസ് ഈക്വൽ ടു V ഇൻറ്റു Q എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു പിരമിഡിൽ നിന്ന് ഇത്രയും ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കണം. ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യണം. കൂട്ടത്തിൽ ചെറിയൊരു കാര്യം കൂടി ഓർത്തേക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനുള്ള ഉപകരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വോൾട്ടിമീറ്റർ ആണെന്ന് ഓർത്തേക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനുള്ള ഉപകരണം എന്താണ്? അത് വോൾട്ടിമീറ്റർ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സർക്യൂട്ടിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് യൂണിറ്റ് ചാർജിനെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തി അല്ലേ? ഇവിടുന്ന് ഒരു Q ചാർജിനെ ഇങ്ങോട്ട് എത്തിക്കണമെങ്കിൽ ഇവിടെ ഒരു വർക്ക് നടക്കണ്ടേ? ആ പ്രവൃത്തിയാണ് നമ്മൾ എന്താ പറയുക? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്, രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണമെങ്കിൽ ഇൻ എ സർക്യൂട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക്, അവിടെ ഒരു വർക്ക് നടക്കണം. എങ്ങനെ? ഇൻ മൂവിങ് യൂണിറ്റ് ചാർജ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്, അതിൻ്റെ ഇടയിലുള്ള ആ രണ്ട് പോയിന്റുകൾക്കിടയിൽ എന്ത് ചെയ്യണം? ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ അവിടെ ഒരു വർക്ക് വേണം. അതിനെയാണ് നമ്മൾ എന്താ പറയുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുക. അതിനെയാണ് നമ്മൾ എന്താ പറയുക? വോൾട്ടേജ് എന്ന് പറയുക. അപ്പോൾ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ബൈ ചാർജ്. അതായത് W/Q. യൂണിറ്റ് എന്തായിരിക്കണം? വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, ചാർജിന് യൂണിറ്റ് കൂളോം. അപ്പോൾ ജൂൾ പെർ കൂളോം, അതിനെ നമ്മൾ വോൾട്ട് എന്ന് പറയുക. അതിനെ നമ്മൾ എന്താ പറയുക? വോൾട്ട്. അപ്പോൾ ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി പറയട്ടെ. V ഈസ് ഈക്വൽ ടു W/Q. അപ്പോൾ ഓരോന്ന് എഴുതിക്കുക. V ഈസ് ഈക്വൽ ടു W/Q. അടുത്ത് W ഈസ് ഈക്വൽ ടു V ഇൻറ്റു Q എന്ന് എഴുതാം. Q ഈസ് ഈക്വൽ ടു എന്താ? W/V എന്ന് എഴുതാം. ഇത്രയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോബ്ലം ചെയ്യാം. കൂട്ടത്തിൽ ചെറിയ കാര്യം ഓർത്തേക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വോൾട്ടിമീറ്റർ. ഈ ചിത്രത്തിൽ ഏതാ കൊടുത്തുള്ളത്? വോൾട്ടിമീറ്റർ. വോൾട്ടിമീറ്റർ എന്ന് ഓർത്തേക്കുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ലെറ്റേഴ്സിനകത്ത് കൊടുത്തുള്ള ഒരു 5ാമത്തെ പ്രോബ്ലം ആണിത്. ഒരു 5ാമത്തെ ചോദ്യം. അതായത് ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ അല്ല. 10 ചോദ്യം തന്നിട്ടുണ്ട്. അതിൽ 5ാമത്തെ ഒരു ചോദ്യം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതേപോലത്തെ പ്രോബ്ലങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം, അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണം. ഇവിടെ നോക്കിക്കോൾ. എന്താണ്? 50 ജൂൾ ഓഫ് വർക്ക് ഡൺ ടു മൂവ് എ ഇലക്ട്രിക് ചാർജ് ഓഫ് എന്താണ് 5 കൂളോം അല്ലേ? ഫ്രം പോയിന്റ് M ടു N. എമ്മിൽ നിന്ന് എന്നിലേക്ക് എന്താണ്? ഒരു 5 കുളോം ചാർജിനെ ഇങ്ങോട്ട് നീക്കണം അല്ലേ? കൊണ്ടുപോകണം. അതിനാവശ്യമായിട്ടുള്ള വർക്ക് 50 ജൂളാണ്. അങ്ങനെയെങ്കിൽ ഈ M എന്നതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? അതാണ് നമ്മളെ ചോദ്യം. എന്താണ്? ഒരു വൈദ്യുത സർക്യൂട്ടിലെ M എന്ന ബിന്ദുവിൽ നിന്ന് 5 കുളോം വൈദ്യുത ചാർജിനെ N എന്ന ബിന്ദുവിലേക്ക് എത്തിക്കാൻ 50 ജൂൾ പ്രവൃത്തി ചെയ്തുവെങ്കിൽ M/N എന്ന ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് കേട്ടാൽ അത് വോൾട്ടേജ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് കേട്ടാൽ അത് ഏതായിരിക്കണം? വോൾട്ടേജ്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക. നമുക്ക് എന്താണ് തന്നിട്ടുള്ള? വർക്ക് തന്നിട്ടുണ്ട് 50 ജൂൾ. ഈ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ കാണാൻ പറ്റും 50 ജൂൾ. 50 ജൂൾ. ഇനി അതോടൊപ്പം തന്നെ ചാർജും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 കുളോം. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ Q ഈസ് ഈക്വൽ ടു 5 കുളോം. അങ്ങനെയെങ്കിൽ V കണ്ടെത്തണം. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. അപ്പോൾ V ഈസ് ഈക്വൽ ടു എന്താണ്? W/Q. W എന്ന് പറഞ്ഞാൽ 50 ജൂൾ ബൈ ഇനി അടുത്ത Q എന്ന് പറഞ്ഞാൽ 5 കുളോം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 5നെയും അതേപോലെ തന്നെ 50ലും വെട്ടാം അല്ലേ? 5ൽ 5 പ്രാവശ്യം പോവും, 50ൽ 5 10 പ്രാവശ്യം പോവും. അങ്ങനെയെങ്കിൽ ഈക്വൽ ടു ആൻസർ എത്ര കിട്ടി? നമ്മൾ ആൻസർ എത്ര കിട്ടി? 10 ജൂൾ പെർ കുളോം അല്ലെങ്കിൽ 10 വോൾട്ട്. ഇനി അതല്ലെങ്കിൽ 10 V. എങ്ങനെ എഴുതാം? അപ്പോൾ നോക്കി, ഇതേപോലത്തെ ഒരു പ്രോബ്ലം വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. സംഖ്യകളൊക്കെ മാറിയിട്ട് വന്നാൽ പ്രോബ്ലം ചെയ്യാൻ പറ്റൂലേ മക്കളെ? ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതേപോലത്തെ ഒരുപാട് പ്രോബ്ലങ്ങൾ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ നമുക്ക് അടുത്തൊരു സിമ്പിൾ ഒരൊറ്റ പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഒരു വൈദ്യുത സർക്യൂട്ടിലെ A എന്ന ബിന്ദുവിൽ നിന്ന് B എന്ന ബിന്ദുവിലേക്ക് 10 കുളോം ചാർജ് എത്തിക്കാൻ 100 ജൂൾ പ്രവൃത്തി ചെയ്തുവെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കാണുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V ഈസ് ഈക്വൽ ടു W/Q. W എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ജൂൾ. 100 ജൂൾ ബൈ Q എന്ന് പറഞ്ഞാൽ 10 കുളോം. 10 കുളോം. അപ്പോൾ ഈ 0 വെട്ടി, ഒന്നൊന്നും വെട്ടിയുടെ ആൻസർ 0 എന്ന് എഴുതിയേക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ ഇവിടെ 10 കിട്ടി ജൂൾ പെർ കുളോം, അല്ലെങ്കിൽ നമുക്ക് 10 വോൾട്ട്.
ഇതേപോലെ ചെയ്യാൻ പറ്റൂലേ? അപ്പൊ സംഖ്യകൾ മാറിയിട്ട് ഇതേപോലെ പ്രോബ്ലം വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഓർത്തു വെക്കുക, ഈ ഒരു ഏരിയയിൽ അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് വോൾട്ടേജ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വോൾട്ട് മീറ്റർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഇക്വേഷൻ V=W/Q എന്നൊരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതേപോലെ സംഖ്യകൾ മാറിയിട്ട് ഇനിയും പ്രോബ്ലങ്ങൾ വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പ്രോബ്ലം എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം, അറിഞ്ഞു പഠിക്കണം, സെറ്റാക്കണം. മക്കളെ റെഡി അല്ലേ? ഓക്കേടാ.